ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ തുരുതുര വീഡിയോസ് ആണെന്ന് വിചാരിക്കും. ഇത് ഞാൻ മുന്നേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മളെന്ത് പറയാനുള്ളൂ, ഇവിടെ ഒക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ചിക്കൻ അച്ചാർ. അപ്പൊ ചിക്കൻ അച്ചാർ ഞാൻ ഓൾറെഡി ലൈക്ക് വീഡിയോ എടുക്കാനൊരു മുൻകൂറായിട്ടുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിക്കൻ ഓൾറെഡി പെരട്ടിയൊക്കെ വെച്ചു. ഇതൊരു അരമണിക്കൂറായി ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇത് കുറച്ചൊരു അടുത്തേക്ക് കാണാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പം അതിന്റെ ഫ്ലഷി പാർട്ട് ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഫ്ലഷി പാർട്സ് മാറ്റി വെച്ചിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കും. അത് ചിലപ്പോൾ ഒരാഴ്ചക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലുള്ള പാർട്ടാണെങ്കിലും നന്നായിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അപ്പൊ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് ചതച്ചത് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉലുവയും കടുകും കൂടെ പൊടിച്ചത്, അത് കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉപ്പും. അപ്പൊ എന്തൊക്കെയാണ്? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉലുവയും കടുകും, കുറച്ച് കായം, ഉപ്പ്, ഇത്രയും സാധനം കൂടെ ആഡ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂറായിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഇനി നമ്മളിതിനെ വറുക്കാൻ പോവാം. അപ്പൊ വറുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. അച്ചാറുകൾക്ക് എപ്പോഴും നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ, മറ്റേ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ലെണ്ണയാണ് ഇഷ്ടം. പിന്നെ ഇതിന് വേണ്ട വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ പറയാം കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, വിനാഗിരി, ഇത്ര സാധനങ്ങൾ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നല്ലെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ വറുക്കാൻ പോകും. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം, അതും ഒരു 1 വീക്കൊക്കെ, ഇത് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. എത്ര നാളെന്ന് വെച്ചാൽ ഇയേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഒരു അച്ചാറൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം 2 മാസമൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡീപ്പ് ഫ്രൈ ആവണം. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആവണം. നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കിടന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നന്നായിട്ട്. അപ്പൊ ഞങ്ങൾ ചോറ് വെച്ചിട്ടില്ല, ഞാൻ ചോറ് വെച്ചിട്ട് വരാം. ഹലോ, അപ്പൊ നമ്മുടെ ചിക്കൻ വളരെ കുറച്ചുള്ളൂ കേട്ടോ. അത് എന്താ ഈ ഒരു ഇതുപോലെ നല്ല കരുമുറാന്ന് വറുത്ത് ഞാൻ കോരിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അച്ചാറിന്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാം. കടുകും ഉലുവയും പൊടിയൊക്കെ ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ. ഇത് വേറെ എണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ സെയിം എണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഉലുവ, അത് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ട് മൂക്കട്ടെ. ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് പൊതുവെ അച്ചാറിൽ പച്ചമുളക് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പച്ചമുളക് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് ഫ്രൈ ആവണം, കാരണം നമ്മളിത് വെക്കാൻ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടിത് എന്താ പറയുക, വഴണ്ട് വരണം. വെളുത്തുള്ളി, എനിക്ക് വെളുത്തുള്ളി അച്ചാറിൽ വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിപ്പോഴും അച്ചാറിന് വെളുത്തുള്ളി കുറച്ച് കൂടുതലിടും. എനിക്ക് വെളുത്തുള്ളി അച്ചാറാണ് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ. അപ്പോൾ അത് കാരണം ഇതിലിപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതലുള്ളത് തോന്നുന്നുണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി പറഞ്ഞാൽ നമ്മൾ നോൺ വെജ് ആകുമ്പോൾ, മീനാണെങ്കിലും ചിക്കൻ, ബീഫ് ഇതൊക്കെ അച്ചാറിടുമ്പോൾ ഇഞ്ചി ആഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ട് പോർക്ക് ട്രൈ ചെയ്ത് നോക്കിയോ? അടിപൊളിയായിരുന്നു. ടേസ്റ്റ് വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തില്ല, കാരണം എന്താ
സൂപ്പർ ആയിരിക്കും അല്ലേ? അതെ, നല്ല ടേസ്റ്റ് ആണ്. അതെന്തായാലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുകയും വേണം. ഇതും ട്രൈ ചെയ്യണം. ഫിഷ് പിക്കിൾ ഞാൻ ഇടാറുണ്ട്. അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ചെയ്യാം. ഇതുപോലെ തന്നെയാണ്. ഇത് ചിക്കന് പകരം മീൻ, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഏകദേശം ഐ തിങ്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും സെറ്റായി. അപ്പൊ ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി തൊട്ടുള്ള കളിയില്ല. അതെ, കളർ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി ഇട്ട് അപ്പൊ തുമ്മല് നമ്മൾ ഈ വെളുത്തുള്ളി വട്ടിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ അച്ചാറ് ഏകദേശം സെറ്റായി. ഇനി നമ്മള് ഇതില് മെയിൻ ആയിട്ടുള്ള ഐറ്റം വിനെഗർ. അപ്പൊ നമ്മൾ ഈ വിനെഗർ ഇതിലേക്ക് ഒരു ഞാൻ അളവ് എനിക്കിപ്പം എങ്ങനെയാ അളക്കുന്നില്ല, ഞാൻ എന്നാലും ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വിനെഗർ ആഡ് ചെയ്തിട്ട് ഞാൻ ഓഫ് ചെയ്യാം. കാരണം പാനൊക്കെ അത്യാവശ്യം നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അത് ഇതായിപ്പോയി. അതെ, 4 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വിനാഗിരി ഞാൻ ആഡ് ചെയ്തു. അല്ല, എല്ലാ കുക്കറി ഷോയിലെ ആൾക്കാർ ചെറിയ ടീസ്പൂൺ വലുത് ടേബിൾ സ്പൂൺ പറയുന്നത് ഞാനൊക്കെ പറഞ്ഞ എനിക്കറിയില്ല. ഓക്കെ, ഇനി നമ്മള് അതെന്തെങ്കിലും ആട്ടെ, നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്താണ് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം മുളക് പൊടി കുറച്ച് ഒരുപാട് ഇതാക്കി കരിയാനുള്ള ചാൻസ് ഉണ്ട്. എന്നെ കാണിച്ച് ചില ആൾക്കാർക്ക് അച്ചാർ കുറച്ചും കൂടെ ഒരു ലിക്വിഡ് ഫോം പോലെ ഇരിക്കണം, കുറച്ചും കൂടെ ഒരു ലൂസ് ആയിട്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ആഡ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് എന്താ പറയുക, ഗ്രേവിയിൽ മിക്സ് ആയിട്ട് ഈ ചിക്കൻ ഇരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ചിക്കൻ അച്ചാർ. വളരെ കുറച്ചേ ഉള്ളൂ. ഇതിപ്പോ ഞങ്ങള് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അതിനുള്ളിൽ ഞങ്ങൾ തിന്നു തീർക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കി വെക്കുക. ചില്ല് കുപ്പി ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ഇന്നോട്ട് കഴിക്കാൻ തുടങ്ങും, ചേട്ടനും ഇന്നോട്ട് കഴിക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ 2 ദിവസം അത് അടച്ചു വെച്ചിട്ട് 3-ാമത്തെ ദിവസം കഴിച്ചാൽ വിനാഗിരിയുടെ മണം ചുമ അടിപൊളിയായിരിക്കും. എന്തായാലും ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചില യൂട്യൂബ് ചാനലുകൾ തരില്ല, ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറി വേണ്ട എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ് ഇത്. എനിക്ക് അച്ചാറ്, മീനാണെങ്കിലും ചിക്കനാണെങ്കിലും അച്ചാറിട്ട് ചപ്പാത്തി, ഉപ്പുമാവ്, പുട്ട് എല്ലാത്തിനും കൂടെ ഞാൻ കഴിക്കും. അപ്പോ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ ക്ലോസ് ചെയ്യുവാണ്. സോ ഇനി ഞാൻ വീഡിയോസ് വന്നോണ്ടേ ഇരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഞാനിട്ട് Q&Aയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചിലപ്പം Q&A കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്, എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് ഇന്നലെ പോസ്റ്റ് ചെയ്യും, ഒന്നും അറിയില്ല. എന്തായാലും ബൈ.